നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് FR സബ്ജക്റ്റിലെ IA-16 എന്ന സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. IA-16 എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആൻഡ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ് അഥവാ PPE. നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് PPE എന്നാണ് പറയുന്നത്. ആസ് പെർ IA-60, PPE എ ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ് ഈസ് പർച്ചേസ്ഡ് ബൈ ബിസിനസ് ഫോർ ബിസിനസ് യൂസ് ആൻഡ് ലോങ് ടേം. അതായത് ഒരു കമ്പനി, ഒരു ഫേം അവർക്ക് അവർ പർച്ചേസ് ചെയ്യില്ല നമ്മൾ അസറ്റ്സൊക്കെ. അതേപോലെ നോൺ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യാണ്. എന്തിനു വേണ്ടി? അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതും എപ്പോഴത്തേക്ക് വേണ്ടി? ലോങ് ടേം ആയിട്ട്. അതിനെക്കുറിച്ച് അതുകൊണ്ട് നമുക്ക് യൂസ് ഉണ്ട്. അങ്ങനെ ലോങ് ടേമിലോട്ട് പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ PPE ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ബിസിനസ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് 3 രീതിയിലാണ് നമുക്ക് ബിസിനസ് യൂസ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ സംബന്ധമായ നമ്മൾ മെഷീനറീസ് അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങണേനെ നമ്മൾ PPE കാണിക്കാം. അതേപോലെ സപ്ലൈയിങ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യങ്ങൾക്കായി നമ്മൾ വെഹിക്കിൾസ് വാങ്ങാം, അതേപോലുള്ള എന്തെങ്കിലും വാങ്ങുന്നത്. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസിലോട്ട് വാങ്ങണ കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് എക്സെട്ര. പിന്നെ ഈ അഡ്മിനിസ്ട്രേഷനിലെ ആൾക്കാർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഓഫീസ് വെഹിക്കിൾസ് ഉണ്ടാവില്ലേ, അതും വേണമെങ്കിൽ നമുക്ക് ബിസിനസ്സിൻ്റെ IA-60 നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കമ്പനി ഒരു മെഷീൻ പർച്ചേസ് ചെയ്യാണ്. മെഷീൻ എന്ന് പറയുമ്പോൾ അവർക്കത് ബിസിനസ് യൂസിനാണെങ്കിൽ നമ്മളത് എന്തിൽ റെക്കഗ്നേഷൻ ചെയ്യണം? IA-60 റെക്കഗ്നേഷൻ ചെയ്യണം. പക്ഷേ അതേസമയം അവരൊരു ലാൻഡ് വാങ്ങുകയാണ്. ഈ ലാൻഡ് വാങ്ങണ ബിസിനസ് യൂസിനാണോ, അത് ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വേണ്ട, ഒരാവശ്യമില്ലാതെ, അതായത് എന്തിനു വേണ്ടിയാണെന്നറിയാതെ നമ്മൾ ചുമ്മാ ഒരു ലാൻഡ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് PPE കാണിക്കാൻ പറ്റില്ല. പക്ഷേ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ആ ലാൻഡ് വാങ്ങിച്ചതെങ്കിൽ നമുക്ക് IA-60 കാണിക്കാൻ പറ്റും. ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ഇനീഷ്യൽ കോസ്റ്റ്. നമ്മൾ IA-60 ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അസറ്റിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനീഷ്യൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ കോസ്റ്റ് ബ്രിങ്ങിങ് ദ അസറ്റ് ഇൻ ടു വർക്കിംഗ് കണ്ടീഷൻ. ഒരസറ്റ് വാങ്ങിച്ച അസറ്റിനെ നമ്മൾ വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ ഉള്ള നമ്മുടെ എല്ലാ ചിലവും എടുക്കണം. വൺ ടൈം പേയ്മെൻറ്റുകളായിട്ടുള്ള പേയ്മെൻറ്റ്സും എല്ലാം എടുക്കണം. എക്കണോമിക് ബെനിഫിറ്റ് ഇൻഫ്ലോസ്, അതായത് ഇപ്പോൾ ഉള്ള മെഷീൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് കൂടുന്നതും, അതായത് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസുകൾ നമ്മളതിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ പറയാം. ഓൺ 1st January 2020 എ കമ്പനി പർച്ചേസ്ഡ് എ മെഷീൻ ആൻഡ് ഇൻകേർഡ് ദ കോസ്റ്റസ് ദാറ്റ് ഗിവൺ ബിലോ. വാട്ട് ഇസ് ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ? പർച്ചേസ് പ്രൈസ് 1 lakh ആണ്. ലീഗൽ ഫീസ് 10,000. 1 year ഇൻഷുറൻസ് 2,000. 1 year വാറണ്ടി 2,500. ഇൻസ്റ്റാളേഷൻ 1,000. ട്രയൽ ആൻഡ് ടെസ്റ്റ് റൺ 500. എംപ്ലോയീസ് ട്രെയിനിങ് 1,000. അഡീഷണൽ ഇൻക്രീസ് പ്രൊഡക്ഷൻ 10,000. അതായത് ഇവിടെ ഇത്രയും 8 എക്സ്പെൻസുകളാണ് നമുക്ക് വന്നത്. അതിനകത്ത് ഏതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, എന്നാലാണ് നമുക്ക് മെഷീൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസ് 1,00,000 രൂപ നമുക്ക് എടുക്കാം. അതെന്തായാലും മെഷീൻ്റെ പർച്ചേസ് പ്രൈസാണ്. ലീഗൽ ഫീസ് എന്ന് പറഞ്ഞാൽ 1 ടൈം ഫീസാണ്. അത് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലീഗൽ ഫീസ് കൊടുക്കേണ്ടി വരും. ഓക്കെ. 1 year ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മെഷീൻ വാങ്ങിച്ച് 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസാണ്. ഈ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ പിന്നെ റിന്യൂ ചെയ്യണം. അത് 1 ടൈം പേയ്മെൻ്റ് അല്ല, അത് പിന്നീട് വന്ന് നമുക്ക് പേയ്മെൻറ്റ്. അതുകൊണ്ട് നമുക്കത് മെഷീനിൽ ആഡാക്കാൻ പറ്റില്ല. അവിടെ ഇൻഷുറൻസ് ലൈഫ് ലോങ് വല്ലതും ആണെങ്കിൽ നമുക്കത് 1 ടൈമാണ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ 1 year വാറണ്ടി സെയിം ആസ് ഇൻഷുറൻസ് പോലെ 1 year കഴിയുമ്പോൾ പിന്നെ നമ്മളത് പുതുക്കണം. സോ അത് എടുക്കാൻ പറ്റില്ല. ഇൻസ്റ്റാളേഷൻ എന്ന് വെച്ചാൽ മെഷീൻ വാങ്ങിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ എക്സ്പെൻസാണ്. അത് 1 ടൈമാണ്, അതുകൊണ്ട് നമ്മളത് എടുക്കണം. ട്രയൽ ആൻഡ് ടെസ്റ്റ് റൺ, അതായത് മെഷീൻ വാങ്ങിച്ചിട്ട് നമ്മളത് വർക്ക് ചെയ്യണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അത് ഫസ്റ്റ് ടൈം ഉള്ള ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മളത് നമ്മുടെ അസറ്റിൻ്റെ വിലയിൽ കാണിക്കണം. ഇനി എംപ്ലോയി ട്രെയിനിങ്, അതായത് മെഷീൻ വാങ്ങിച്ചു ഈ എംപ്ലോയീസ് അത് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കാൻ അതിൽ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കും. കാരണം ഒരു പുതിയ മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ പുതിയ രീതികളോടും എംപ്ലോയീസ് ഇതാവണമല്ലോ, ഒരു ചേർച്ച വേണമല്ലോ. അതിനുവേണ്ടി അവരെ
ട്രെയിൻ ചെയ്യിപ്പിക്കും. പക്ഷേ ഇത് പുതിയ എംപ്ലോയീസ് വരുമ്പോഴും പിന്നീട് നമ്മളത് ട്രെയിൻ ചെയ്യിപ്പിക്കണവരെ. അതുകൊണ്ട് അത് വൺ ടൈം ആയിട്ട് തന്നെ നമുക്ക് എക്സ്പെൻസ് അല്ല. അഡീഷണൽ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അഡീഷണൽ എക്സ്പെൻസ് അതിനകത്ത് വന്നു. അതുകൊണ്ട് നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ എക്സ്പെൻസ് എടുക്കണം. ഇവിടെ നമ്മളപ്പോൾ 1 ഇയർ ഇൻഷുറൻസ്, 1 ഇയർ വാറണ്ടി, എംപ്ലോയി ട്രെയിനിങ്, ഇതൊഴിച്ച് ബാക്കി എല്ലാ എക്സ്പെൻസും നമ്മൾ ഇനീഷ്യൽ കോസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. അതായത് അപ്പോൾ മെഷീൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് മെഷീൻ എത്ര വരും? 1,21,500 വരും. ഇനി അടുത്തതായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രീസിയേഷനാണ് കാണേണ്ടത്. ഡിപ്രീസിയേഷൻ കാണാൻ നമുക്ക് 2 മെത്തേഡാണുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും 2 മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. ഇനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്താ പറയുക വെച്ചാൽ ഡിപ്രീസിയേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണേന് കോസ്റ്റിൽ നിന്ന് റെസീഡിയൽ വാല്യൂ കുറച്ചിട്ട് അതിനെ മെഷീൻ്റെ യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ ഒന്നുകൂടിയും പറയാം. ഡിപ്രീസിയേഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിൽ നിന്ന് അതിൻ്റെ റെസീഡിയൽ വാല്യൂ എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ തന്നെയാണ്. അതായത് നമ്മുടെ മെഷീൻ്റെ ഇയർ എൻഡ്, അതായത് യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ ആ മെഷീൻ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് വിൽക്കുമ്പോൾ ഉള്ള നമുക്ക് കിട്ടുന്ന വില, അതാണ് റെസീഡിയൽ വാല്യൂ. അതേ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. ഇനി 1st January ഒരു ക്വസ്റ്റ്യൻ പറയാണ് എക്സാമ്പിളായിട്ട്. 1st January 2020 പർച്ചേസ്ഡ് എ മെഷീൻ, കോസ്റ്റ് 1,21,500. ഇനി യൂസ്ഫുൾ ലൈഫ് ഓഫ് മെഷീൻ ഈസ് 10 years. റെസീഡിയൽ വാല്യൂ അതായത് സ്ക്രാപ്പ് വാല്യൂ 21,500 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? കോസ്റ്റ് മൈനസ് റെസീഡിയൽ വാല്യൂ ഡിവൈഡ് ബൈ ഇയേഴ്സ്. അതായത് ഇവിടെ 1,21,500 മൈനസ് 21,500 ഡിവൈഡ് ബൈ 10, അതായത് 1,00,000 ഡിവൈഡ് ബൈ 10, 10,000 ആയിരിക്കും ഡിപ്രീസിയേഷൻ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഇതേ ഡിപ്രീസിയേഷൻ തന്നെയായിരിക്കും. 10,000 വെച്ച് കുറച്ച് പോവുക. അപ്പം മെഷീൻ്റെ ആ ഇയർ എൻഡിലെ ക്യാരിങ് എമൗണ്ട് എത്രയും 31st December 2020 ക്യാരിങ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,21,500 നിന്ന് ഈ ഡിപ്രീസിയേഷനായ 10,000 കുറച്ചിട്ട് 1,11,500 ആയിരിക്കും. ഇനി അടുത്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ്. ഇവിടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക കോസ്റ്റ് മൈനസ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ്. അതായത് ഇവിടെ നമ്മൾ കോസ്റ്റ് മെഷീൻ്റെ വിലയിൽ നിന്ന് മെഷീൻ്റെ തന്നെ കോസ്റ്റിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജാണ് കുറയ്ക്കണേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1st January 2020 പർച്ചേസ്ഡ് എ മെഷീൻ, കോസ്റ്റ് ഓഫ് 1,21,500. ഡിപ്രീഷിയേറ്റ് മെഷീൻ അറ്റ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അറ്റ് 10%. ഇവിടെ നമുക്ക് 10% വെച്ച് നമ്മൾ കുറയ്ക്കണം. അതായത് ഇപ്പോൾ മെഷീൻ്റെ വില 1,21,500 ആണ്. അപ്പോൾ ഡിപ്രീഷിയേഷൻ കാണണം എങ്ങനെയാണ്? 1,21,500 ഇൻറ്റു 10%. അതിൻ്റെ 10% കാണാം. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്താൻ 1,21,000ൻ്റെ 10%, അതായത് 12,150 ഡിപ്രീസിയേഷൻ. മെഷീൻ ക്യാരിങ് എമൗണ്ട് 31st December 2020 അപ്പോൾ എത്ര വരും? 1,21,500 മൈനസ് 12,150, അതായത് 1,09,350 ആയിരിക്കും വരിക. ഈ 2 രീതിയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് റെക്കഗ്നീഷനാണ്. അതായത് നമ്മൾ മെഷീനെ, അതായത് ഇപ്പോൾ ഒരു ഐറ്റം വാങ്ങിച്ചു, അത് നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മളത് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് എങ്ങനെയാണ്. വി ക്യാൻ ഓൺലി റെക്കഗ്നൈസ് പ്ലാന്റ് ആൻഡ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ് ഇൻ ദ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് വെൻ സം കണ്ടീഷൻസ് ആർ മെറ്റ്. ഇതിന് പക്ഷേ ചില കണ്ടീഷൻസ് നമ്മൾ മെറ്റായി കഴിഞ്ഞാൽ മാത്രം നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് അസോസിയേറ്റ് വിത്ത് ദ അസറ്റ് വിൽ ഫ്ലോ ഇൻ ടു ദ എൻറ്റിറ്റി. അതായത് നമ്മൾ മേടിച്ചാണ് അസറ്റിനെ കൊണ്ട് നമുക്കുണ്ടാവുന്ന എക്കണോമിക് ബെനിഫിറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് നമ്മുടെ എൻറ്റിറ്റിയിലേക്ക് വരുന്നതായിരിക്കണം, നമുക്ക് കിട്ടുന്നതായിരിക്കണം. പിന്നെന്താ, ദ കോസ്റ്റ് ഓഫ് അസറ്റ് ടു ദ എൻറ്റിറ്റി ക്യാൻ ബി മെഷർ റിലയബിളി. അതായത് നമുക്ക് അസറ്റിൻ്റെ വില റിലയബിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് കണ്ടുപിടിച്ചത് റിലയബിൾ മെഷർമെൻറ്റാണ് അതൊരു. ഇനി മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലാണ് പ്രസൻറ്റേഷൻ ഉള്ളത്. ഒന്ന് കോസ്റ്റ് മോഡലും മറ്റേത് റീവാലുവേഷൻ മോഡലാണ്. കോസ്റ്റ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. 1st January 2020 purchased a machine, cost 1,21,500. Useful life of machine is 10 years. Residual value 21,500. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് അറ്റ് 1st January 2020 എന്ന് പറയുന്നത് നമ്മൾ മേടിച്ച വില 1,21,500. ഇതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, 10,000 കുറച്ച് കഴിഞ്ഞിട്ട് ക്യാരിങ് എമൗണ്ട് എത്ര വരിക? 1,11,500. ഇനി അടുത്ത വർഷം, അതായത് സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇയർ എൻഡിങ്ങിലുള്ള വിലയായിരിക്കും ഈ വർഷത്തെ ഓപ്പണിങ്ങിലുള്ള വില. ഇപ്പോൾ ക്യാരിങ് എമൗണ്ട് 1,11,500, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 10,000 കുറയ്ക്കുക, ക്യാരിങ് എമൗണ്ട് 31st December 2021 എത്ര വരും?
1500 വരും. ഇത് നമ്മൾ എങ്ങനെ നമ്മുടെ അക്കൗണ്ട്സിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് SOPയിലും ഒന്ന് SOFPയും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും. അതായത് ഫസ്റ്റത്തെ നമ്മൾ 2020 SOPയിലും SOFPയിലും എന്ത് കാണിക്കും എന്നാണ് പറയുന്നത്. 31 December 2020 SOPയിൽ ആദ്യം ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എത്രയാണ്, 10,000 രൂപയാണ്, സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് അപ്പോൾ 10,000 കാണിക്കുക. SOFPയിൽ PPൻ്റെ ഇയർ എൻഡിലുള്ള ക്യാരിങ് എമൗണ്ട് കാണിക്കുക 1,11,500. അതേപോലെ അടുത്ത വർഷത്തിൽ ഇതേപോലെ തന്നെ SOPയിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എത്രയാണ്, 10,000 കാണിക്കുക. SOFPയിൽ PPയിൽ 1,01,500 കാണിക്കുക. ഇനി ഇപ്പം നമ്മൾ ചെയ്ത സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. ഇനി റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ടാകും കോസ്റ്റിൻ്റെ 20% ആണെന്ന് പറയുകയാണെങ്കിൽ അത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡല്ല, എന്തായിരിക്കും, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് തന്നെയായിരിക്കും. ഇനി അവിടെ ക്യാരിങ് എമൗണ്ടിൻ്റെ ഇത്ര % ആണെന്ന് പറയുകയാണെങ്കിൽ അത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടതാണത്. കോസ്റ്റിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ അത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് തന്നെയായിരിക്കും. പക്ഷേ ക്യാരിങ് എമൗണ്ടിൻ്റെ ആണെന്ന് പറയുകയാണെങ്കിൽ അത് എപ്പോഴും റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ആയിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ. ഇനി റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ് വരുന്നതെങ്കിൽ കോസ്റ്റ് മോഡലിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊല്ലം ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക, അത് കുറയ്ക്കുക, എന്നിട്ട് ക്യാരിങ് എമൗണ്ട് പിടിക്കുക. പിറ്റത്തെ കൊല്ലം നമ്മൾ ഡിപ്രീസിയേഷൻ കാണേണ്ടത് ഈ ഓപ്പണിംഗ് എമൗണ്ടിൻ്റെ എത്ര % ആണോ അത്രയും % ആണ് ഡിപ്രീസിയേഷൻ കാണേണ്ടത്. അത്രയും വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ മോഡലാണ്. റീവാലുവേഷൻ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റ് റീവാല്യൂ ചെയ്യും. ഇയർ എൻഡിൽ അസറ്റ് റീവാല്യൂ, കാരണം ആ അസറ്റ് ചിലപ്പോൾ മാർക്കറ്റിൽ അതേ വിലയുള്ള വേറെ അസറ്റ് ഉണ്ടാവും. അത് മീൻസ് ഇപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങിച്ച് 1 year കഴിയുമ്പോൾ ആ അസറ്റിൻ്റെ വില ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ ആ അസറ്റിന് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അതായത് ആൾക്കാർ ആ അസറ്റ് വാങ്ങുന്നുണ്ട്, കൂടുതലായിട്ട് വിറ്റ് പോകുന്നുണ്ട്, അതിന് താല്പര്യമുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ആ അസറ്റിൻ്റെ വില കൂടും. അപ്പോൾ നമ്മളത് റീവാല്യൂ ചെയ്യും ഇയർ എൻഡിൽ. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. 1st January 2020 purchased a machine cost of 1,21,500. Useful life of machine is 10 years and residual value 21,500. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് പക്ഷേ ഓൺ 31st December 2020 മെഷീൻ ഈസ് റീവാല്യൂഡ് ടു 1,12,500. ഇനി ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിലെ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇയറിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കോസ്റ്റ് അറ്റ് 1st January 2020 1,21,500. ഡിപ്രീസിയേഷൻ 1,21,500 മൈനസ് 21,500 ഡിവൈഡ് ബൈ 10,000 ആണ് ഡിപ്രീസിയേഷൻ. ഇത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് 2 വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആവേണ്ടതാണ്. പക്ഷേ ഇവിടെ റീവാലുവേഷൻ വന്നതുകൊണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാകും. നമുക്ക് നോക്കാം. ഇനി ക്യാരിയിങ് എമൗണ്ട് കാണുമ്പോൾ നമ്മൾ 1,21,500 നിന്ന് 10,000 കുറച്ച് 1,11,500. ഓക്കെ. ഇനി റീവാല്യൂ എമൗണ്ട് അറ്റ് 31st December 2020 is equal to 1,12,500. അതായത് റീവാല്യൂ ചെയ്തു. അപ്പോൾ എത്ര രൂപ കൂടി? 1000 രൂപ കൂടി. അത് നമുക്കൊരു റീവാലുവേഷൻ സർപ്ലസ് ആണ്. പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. കാരണം എന്താ, നിലവിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, അതായത് ഒരു മെഷീൻ, ആ മെഷീൻ്റെ വില കൂടുന്നത് കൊണ്ട് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് കൂടുന്നില്ല നമുക്ക്. അതുകൊണ്ട് നമുക്കത് ഒരു അൺറിയലൈസ്ഡ് എമൗണ്ടാണ്. അതൊരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റാണ്. അതുകൊണ്ട് നമുക്കതുകൊണ്ടൊരു ഗുണമില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആയ പോലെയല്ല. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായതുകൊണ്ട് നമുക്കതുകൊണ്ടൊരു ഗുണമില്ല. അതുകൊണ്ട് നമ്മളത് അൺറിയലൈസ്ഡ് എന്ന് പറയാറ്. അതുകൊണ്ട് റീവാലുവേഷൻ സർപ്ലസ് 1,000 രൂപ. ഓക്കെ. ഇനി സെക്കൻഡ് ഇയർ ആയപ്പോൾ ക്യാരിയിങ് എമൗണ്ട് നമ്മളെത്ര, ആ റീവാല്യൂ ചെയ്ത എമൗണ്ട് കാണിക്കും. 1,12,500. നമ്മൾ റീവാല്യൂ ചെയ്ത എമൗണ്ട് 1,12,500 അത് കാണിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ മാറും. കാരണം എന്താ, വില കൂടിയപ്പോൾ റെസിഡ്യൂവൽ വാല്യൂ കുറച്ച് ഡിവൈഡ് ബൈ 9 ചെയ്യുക. കാരണം എന്താ, ആദ്യം 10 വർഷമായിരുന്നു, 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനി 9 വർഷം കൊണ്ട് ഡിപ്രീസിയേഷൻ കാണാം. ഡിപ്രീസിയേഷൻ കുറച്ച് കഴിയുമ്പോൾ 1,02,389 വരെ നമുക്ക് എന്ത് കിട്ടും, ക്യാരിയിങ് എമൗണ്ട് കിട്ടും. ആ കൊല്ലം റീവാല്യൂ ചെയ്തപ്പോൾ 1,04,389 റീവാല്യൂ ചെയ്തു. അപ്പോൾ റീവാല്യൂഷൻ സർപ്ലസ് നമുക്കൊരു 2,000 രൂപ കിട്ടി. ഇങ്ങനെയാണ് വന്നത്. കാരണം അപ്പോൾ എന്താ, റീവാല്യൂ ചെയ്യണ സമയത്ത് അവിടെ എന്ത് മാറ്റും, ഡിപ്രീസിയേഷനിൽ മാറ്റം ഉണ്ടാവുക. ശ്രദ്ധിക്കുക എല്ലാവരും.
അപ്പോൾ ഇതെങ്ങനെ ഇനി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇനി 31 December 2020 SOPL ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 10,000 തന്നെ കാണിക്കുക. ഇനി ഇവിടെ ഒരു റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട് നമുക്ക്. അത് ഞാൻ അൺറിയലൈസ്ഡ് എന്ന് പറഞ്ഞാണ്. അതായത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ല, അൺറിയലൈസ്ഡ് ആയിട്ട് കിട്ടിയതാണ്. അത് നമ്മളെന്ത് ചെയ്യും, അത് OCL കാണിക്കും. അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ നെറ്റ് പ്രോഫിറ്റിന് താഴെ കാണിക്കും. റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് ഈ 1000 രൂപ കാണിക്കും. ഇനി ഇത് തന്നെ SOFPയിൽ PPE നമ്മൾ റീവാല്യൂ ചെയ്ത എമൗണ്ടാണ് ക്യാരിയിങ് എമൗണ്ട്. ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് അല്ല, റീവാല്യൂ ചെയ്ത എമൗണ്ടാണ് ക്യാരിയിങ് എമൗണ്ടായിട്ട് കാണിക്കുക. ഇനി അതിൽ തന്നെ ഈ OCE അതർ കമ്പോണൻ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് അവിടെയും കാണിക്കണം. അതായത് SOPയിൽ നമ്മൾ എവിടെയോ റീവാലുവേഷൻ സർപ്ലസ് കാണിക്കണ്ടോ അത് തന്നെ നമ്മൾ ഇക്വിറ്റിയിൽ അതർ കമ്പോണൻ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് കാണിക്കും. ഇനി അടുത്ത വർഷം വരുമ്പോൾ SOPയിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എത്രയാണ്? 1,10,111 ആണ് ഡിപ്രീസിയേഷൻ. ഇനി OCL ഈ വർഷം ഉണ്ടായ സർപ്ലസ് ആണ് നമ്മളെവിടെ കാണിക്കുള്ളൂ, OCL. അതായത് SOPയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഇയറിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. പക്ഷേ SOFPയിൽ എന്തും കൂടി ഉണ്ടാവും, കറണ്ട് ഇയറിലെ ഉണ്ടാവും, പ്രീവിയസ് ഇയറിലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് 2,000 രൂപ മാത്രമേ കാണിക്കുകയുള്ളൂ. ഇനി റീവാല്യൂഡ് ഇനി SOFPയിൽ PPE റീവാല്യൂഡ് എമൗണ്ട് നമ്മൾ SOFPയിൽ കാണിക്കും. ഇനി OCL റീവാല്യൂഷൻ സർപ്ലസിൽ 3,000 രൂപയാണ് കാണിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ SOFPയിൽ എന്ത് കാണിക്കും, ഫ്യൂച്ചറിലെയും പ്രസൻറ്റിലെയും കാണിക്കും, പ്രീവിയസ് ഇയറിലെയും കാണിക്കും. അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയറിലെ 1,000 പിന്നെ ഈ വർഷത്തെ 2,000 കൂട്ടി 3,000 രൂപ നമ്മൾ റീവാലുവേഷൻ സർപ്ലസിൽ കാണിക്കണം. ഇനി റീവാലുവേഷൻ മോഡലിലും എന്തുണ്ടാവാം, ഇപ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്തത്. ഇനി അവിടെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് വരാം. അപ്പോൾ എന്താ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഇവിടെ ഡിപ്രീസിയേഷൻ മാറിയാലും അതിലും ഡിപ്രീസിയേഷൻ മാറും. കാരണം എന്താ, ക്യാരിയിങ് എമൗണ്ട് മാറുന്നതനുസരിച്ച് പെർസെൻറ്റേജ് വെച്ച് ചെയ്യുമ്പോൾ ഉള്ള ഡിപ്രീസിയേഷൻ മാറും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പാഠം തീരുകയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഡിസ്മാൻഡിലുണ്ട്, അതുപോലെ ഡിസ്പോസലുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകളുണ്ട്. അതിൻ്റെ ഒരു വീഡിയോയുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക.